പ്രൈസിലോണത്തിൻ്റെ ക്രിസ്തുനാമത്തെ സ്വാഗതം. സങ്കീർത്തനങ്ങൾ 18 എൻ്റെ ബലമായ യഹോവയെ ഞാൻ തന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവം ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷകനും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുക. എൻ്റെ ശത്രുക്കൾക്ക് എന്നെ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണവാശങ്ങൾ എന്നെ ചുറ്റിയകാത പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളവാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിൻ്റെ കെണികൾ എന്നെ തുറന്നു പിടിച്ചു. ഞാൻ എൻ്റെ കഷ്ടങ്ങളിലെ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. എൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിയുറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കാൽ അവ കുലുങ്ങിപ്പോയി. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി. അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു ദഹിപ്പിച്ചു. തീക്കനൽ അവൻ കണ്ണ് ജ്വലിച്ചു. അവൻ ആകാശം ചായച്ചിറങ്ങി. കൂരിരുൾ അവൻ്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. അവൻ്റെ കാറ്റിന് ചിറമേൽന്ന് പറപ്പിച്ചു. 19 സങ്കീർത്തനം. ആകാശം ദൈവത്തിന് മഹത്വത്തെ വർണ്ണിക്കും. ആകാശവിധാനം അവൻ്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളുടെ ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലാവരും അതിൻ്റെ അളവുന്നാലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തുനിന്ന് എൻ്റെ ഉദയവും അറുതുവരെ എൻ്റെ അയനവുമാകുന്നു. സദൃശവാക്യങ്ങൾ 18 കൂട്ടം വിട്ട് നടക്കുന്നത് സഹിച്ച് അന്വേഷിക്കുന്നു. സകല ജ്ഞാനത്തോടെ അവൻ കയർക്കുന്നു. തൻ്റെ മനസ്സ് വെളിപ്പെടുന്നു. അല്ലാതെ മൂഢന് മുഖത്തിൽ ഇഷ്ടമല്ല. ദുഷ്ടനോടുകൂടെ അപമാനം, ദുഷ്കീർത്തിയോടുകൂടെ നിന്നയും വരുന്നു. മനുഷ്യൻ്റെ വായിലെ വാക്കാഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടുമാകുന്നു. നീതിമാൻ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടൻ്റെ പക്ഷം പിടിക്കുന്ന ഒന്നല്ല. മൂഢൻ്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു. അവൻ്റെ വായ തല്ല് വിളിച്ചു വരുന്നു. മൂഢൻ്റെ വായ അവൻ്റെ നാശം. അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണനെ കെണിയെ. ക്ഷണിക്കാരൻ്റെ വാക്ക് ഭോജനം പോലെയിരിക്കുന്നു. അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. മത്തായിട്ട് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ച കർത്താവേ, നിനക്ക് മനസ്സുണ്ട്, എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശുവിനോട് നോക്കാരോടും പറയട്ടെ, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാമെന്ന് പറഞ്ഞു. വെളിപ്പാടിട്ട് അവൻ 7 മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം അവനതുണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്നു. യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ട വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിൻ്റെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഒന്നാമത്തവൻ ഊതിയപ്പോൾ രക്തം കലർന്ന കന്മഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമി 3/1 വെന്തുപോയി. വൃക്ഷങ്ങൾ 3/1 വെന്തുപോയി. എല്ലാ പച്ചപ്പും വെന്തുപോയി. മത്തായി 20:34. യേശു മനസ്സിലഞ്ഞവരുടെ കണ്ണു തൊട്ട്. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. അവനെ നിഗമിച്ചു. പിതാവേ, കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നുവരുന്ന കർത്താവേ, എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കാൻ ഭൂമി അനുഗ്രഹിക്കും. പരിശീലനത്താൽ ദുഷ്ടനോടിക്കുന്ന ലോഞ്ചനം വിശ്വാസം എല്ലാ കിടക്കളും മാറ്റിവരിക്കണം. എല്ലാ മേഖലകളെ മുൻപഴുതിയിട്ട് കരന്തര അത്ഭുതം അതിശയങ്ങളും തീർക്കും. അങ്ങനെ വാഗ്ദത്തങ്ങൾക്കായി സ്വരം ലോകാവസാനം ഞങ്ങളോടുകൂടെ അമ്മ ആശ്വസിക്കുന്നവരെ ഞാൻ ആശ്വസിക്കാം. അമ്മ മറന്നു ഞങ്ങൾ മറക്കില്ല. ഉണ്ടല്ലോ കർത്തങ്ങളെല്ലാം ലോകാവസാനം ഞങ്ങളോടുകൂടെ അമ്മ ഞങ്ങൾ മറക്കില്ല. കർത്താവേ, അമ്മ ആശ്വസിക്കുന്ന ആശീർവാദം പ്രകാരം കർത്താവേ സ്തോത്രം. നമ്മൾക്കും ഞങ്ങളുടെ ഉപകാരങ്ങൾ വിശ്വസിക്കുന്നതായിരിക്കും. അങ്ങനെ സ്തുതിക്കുന്നു. പാസ്വാമെല്ലാം ഞങ്ങളുടെ ശരീരമായ മന്ദിരം കർത്താങ്ങളുടെ ആലയമാണ്. കർത്താങ്ങളുടെ രക്തത്തെ കഴി ശുദ്ധീകരിക്കും. ഒരിടത്തും ബാധനെ കൂടെ ഒരു ബാധ എടുക്കാനും കാത്തന്മയെ പൂർണ്ണമായ രക്തത്തെ കഴി ശുദ്ധീകരിക്കും. ഭവനങ്ങളെ രക്തത്തെ കഴി ശുദ്ധീകരിക്കും. ബന്ധുപുത്രരെ ചാർച്ചക്കാരെ സകലരെ തിരുക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തായ സ്ഥാനങ്ങൾ കർത്താവേ നാം ദുഷിക്കപ്പെടാതെ കർത്താവേ നാം മഹത്വ ജീവിതങ്ങളെ തീർക്കുന്ന പ്രാർത്ഥന ഹിതമില്ലാത്ത എല്ലാ മനുഷ്യ കൂട്ടുകെട്ടുകളെയും കർത്താവെ പിഴുതേറിയും മാറണമേ. കർത്താവേ സ്തോത്രം. ഞാൻ നിൽക്കും വായിച്ചും ദുർഗങ്ങളെ ശാസ്ത്രതാമ്രവാദികളെ തകർത്തിരുമ്പോടമുള്ള മുറിച്ചുകൾ ഞാൻ വായിച്ചും ദുർഗങ്ങളെ ശാസ്ത്രതാമ്രവാദികളെ തകർത്തിരുമ്പോടമുള്ള മുറിച്ചുകൾ വഴിയൊരുക്കാൻ മുന്നേറും. ഹിതമില്ലാത്ത എല്ലാ വഴികളും അടയട്ടെ. ഹിതപ്രകാരമുള്ള വഴികൾ തുറക്കട്ടെ. കർത്താവേ സ്തോത്രം. വിലാപത്തെ നൃത്തമാക്കണം. മധുരമാക്കണം. പച്ചവെള്ളത്തെ എല്ലാ വിന്യായം മാറട്ടെ. കർത്താവ് ശരീരന്മാരുടെ ബലപ്പെടുത്തുന്ന ശത്രുനിമിഷമാക്കണം. മെമ്മറിയപ്പോൾ എല്ലാ നിമിഷം തിരഞ്ഞെടുത്ത് ജീവിക്കാൻ കൃപയും മാറണം. വെളുപ്പാടും ദർശനം ആത്മവിവരങ്ങളും തന്ന കർത്താവ് അങ്ങേക്ക് വേണ്ടി അങ്ങേ ഉജ്ജ്വലിച്ച് പ്രകാശവിളക്കളാക്കി തണ്ണിമിലെ പ്രകാശവിളക്കളാക്കി ഇടങ്ങളെ മാറ്റി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവസമാന സന്തോഷം ജീവിതത്തിൽ കൂടിയിരിക്കണം. വരവനായി ഒരുക്കുമാറണമേ.
അതിർത്തികളുടെ സ്വസ്ഥകൂടെ കടങ്ങൾ ശ്രമിച്ചിട്ട് കൃപയും മാറണമേ. സകല വിഷയം ഒരുക്കി കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിക്കും. എല്ലാത്തിലും വിടുതൽ തന്ന കൃപയ്ക്കായി കൃപയെ നിലനിർത്തണമേ. ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കാവിൻ്റെ ഭവനത്തെ യേശുവിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അവസ്ഥകളെയും മാറ്റി മാറണം. എല്ലാ പുതിയ മുഖാന്തരങ്ങളെ പുതിയ വാതിലുകളെ തുറക്കുമാറണം. നഷ്ടപ്പെട്ടിരിക്കുകയും യൗവനയിട്ട് തിരിച്ചു കൊടുത്ത ദൈവമേ, ഹിതപ്രകാരമുള്ള മറുപടി ലഭിക്കട്ടെ. നന്മയുടെ സന്തോഷമോടെ വരുത്തുമാറണമേ. സകല ദൈവം മഹത്വത്തിന് എല്ലാ നന്മകൾക്കും നന്ദി സകലം കൊണ്ട് ജീവിച്ച യേശു കൃഷ്ണ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. നിന്റെ വിശ്വാസ ശോധനയിൽ ഇനി എന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ താങ്ങിയോളം തൻഭുജത്താൽ താങ്ങിയ നാമമേ, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തൻ്റെ ദാസൻ നീതിയവൻ. യേശുനാമത്തിൽ 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 ജയപ്പെടുത്തി പറഞ്ഞു മനസ്സിലാസ്യം മരിച്ചു പോകുന്ന നല്ലവരത്തിനെതിരെ വെച്ചുള്ളത് ദൈവമേ കുറിച്ച് സുഖമായ കുഷ്ഠരോഗമാക്കിയ ദൈവമേ ഹല്ലേലൂയ. മനസ്സിലാസ്യം സൗഖ്യമാക്കിയതും കുഷ്ഠം സൗഖ്യമാക്കിയതും പ്രവർത്തിക്കാൻ ആൾക്കാർക്ക് നോക്കിയോ ലക്ഷ്യം ശ്രമം ബാധ്യത കൂടാൻ അടിക്കില്ല. ആമേൻ.